ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെൻഡിക്റ്റ് പ്രയർ. ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹത്തിനായി നമുക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളെ നമ്മൾ ദൈവസന്നിധിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ട കൃപകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ അപൂർവ ശുശ്രൂഷയിൽ ഭക്തിയോടുകൂടി നമുക്ക് പങ്കുചേരാം. ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും, ഈ ദിവസങ്ങളിൽ അവർ നേരിടുന്ന എല്ലാ ആശങ്കകളെയും, എല്ലാ സ്വപ്നങ്ങളെയും അതിനുള്ള തടസ്സങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന മക്കൾ, അവരുടെ പരീക്ഷ, പഠന വിഷയങ്ങൾ, പഠിപ്പിക്കുന്ന അധ്യാപകർ, ജോലിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, മക്കൾ, അവരുടെ യാത്രകൾ, വിദേശത്തായിരിക്കുന്ന മക്കൾ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടെങ്കിൽ, നമ്മുടെ മക്കളായിട്ടുണ്ടെങ്കിൽ, വിവാഹം കഴിഞ്ഞ് ദമ്പതിമാർ മക്കളില്ലായെങ്കിൽ അവരെ സമർപ്പിക്കാം. ഒരു സ്വന്തം ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കാം. ദുശീലം കടിമപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 31 സങ്കീർത്തനം 3 വചനം, അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഉറച്ച അടിസ്ഥാനത്തിൽ, വിശ്വാസമെന്ന ആ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ, ഭാവി ജീവിതം ക്രമപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് പ്രതിസന്ധിയിലും ദൈവാനുഭവത്തിലേക്കും വചനത്തിലേക്കും കടന്നു വരുവാൻ കർത്താവ് പാറയും കോട്ടയുമാണ്. ഉറച്ച അഭയശിലയായ കർത്താവിൽ ആശ്രയം വയ്ക്കുവാൻ, ദൈവത്തോട് വിശ്വസ്താപുരം നിലകൊള്ളുവാൻ, ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അനുഗ്രഹം നേടി ജീവിതം വരെ വിജയം കരസ്ഥമാക്കി ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 31:3, അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട് എന്നും ഉറച്ചു നിൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംശയങ്ങളും പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളെ അലട്ടുമ്പോൾ കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതത്വമുള്ളതുപോലെ പിശാചിൻ്റെയും ശത്രുക്കളുടെയും എതിർപ്പോളിൽ നിന്നും ആക്രമണത്തിൽ നിന്നും ദൈവപരിപാലന കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളുടെ മക്കൾ എപ്പോഴും സുരക്ഷിതരായി തീരട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.